ഫലവർഗ ചെടികളിൽ നല്ല ഇനങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പ്രതിപാദിക്കുന്ന ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നഴ്സറികളിലെത്തുമ്പോൾ നമുക്കാവശ്യമുള്ള ഫലവർഗ്ഗങ്ങളിലെ പല ഇനങ്ങളിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ആശയക്കുഴപ്പം തോന്നാറുണ്ട്. അതിനൊപ്പം ശരിയായ ഇനമാണോ നമ്മൾ തിരഞ്ഞെടുത്തതെന്നും സംശയം തോന്നുക സ്വാഭാവികമാണ്. പലപ്പോഴും ഫലം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഉദ്ദേശിച്ച ഇനമല്ല വാങ്ങിയത് എന്ന് മനസ്സിലാവുക. പലപ്പോഴും മാറി വാങ്ങിയത് നല്ല ഇനമാണെങ്കിലും ആഗ്രഹിച്ച ഇനം കിട്ടാതെ പോയതിൽ നിരാശരാകാറുമുണ്ട്. ചിലപ്പോൾ പണനഷ്ടവും അതിലേറെ വർഷങ്ങളുടെ സമയനഷ്ടവും ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ ഉണ്ടാവാം. ഈ വീഡിയോയിൽ പേര, പ്ലാവ് ഇനങ്ങളിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഇനം ഏതെന്നും അവ എങ്ങനെ ഇല കണ്ട് തിരിച്ചറിയാമെന്നും നോക്കാം. എന്തുകൊണ്ട് ഈ ഇനങ്ങൾ സെലക്ട് ചെയ്തു എന്നും ഇവ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയെന്നും ഗൂഗിൾ ചെയ്തും മറ്റ് യൂട്യൂബ് വീഡിയോകളിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാം. പേരയ്ക്ക ഡയബറ്റിക് രോഗികൾക്കും കഴിക്കാവുന്ന നല്ലൊരു പഴമാണ്. നാടൻ ഇനങ്ങൾ ധാരാളമായി ഉണ്ടെങ്കിലും VNR, കിലോ പേര, SG പേര മുതലായ ഇനങ്ങൾ പ്രചാരത്തിലുണ്ട്. എങ്കിലും തായ് പിങ്ക് ഗുവ, റെഡ് ഡയമണ്ട് അഥവാ ജപ്പാൻ പേര എന്നിവയെ ഏറ്റവും നല്ല ഇനങ്ങളായി വിലയിരുത്തുന്നു. ഇതിൽ തായ് പിങ്കിൽ താരതമ്യേന കുരുക്കൾ കുറവാണെങ്കിലും ഫ്രൂട്ട് ക്വാളിറ്റിയിൽ മുൻപൻ ജപ്പാൻ പേര തന്നെയാണ്. തായ് പിങ്ക് ധാരാളമായി കായ്ക്കുമെങ്കിലും ജപ്പാൻ പേരയിൽ കായ്കൾ താരതമ്യേന കുറവായി കാണുന്നു. എങ്കിലും നമ്പർ 1 പേര ഇനമായി ജാർവി റെഡ് എന്ന പേരുള്ള ജപ്പാൻ പേര അറിയപ്പെടുന്നു. 1-2 കുരുക്കൾ മാത്രം കാണപ്പെടുന്ന ജപ്പാൻ പേരയിൽ ഉള്ള കുരുക്കളുടെ വലിപ്പം കൂടിയവയാണ്. ജപ്പാൻ പേരയുടെ ഒരു ഡ്രോബാക്കായി പറയാവുന്നത് കായ്പിടുത്ത കുറവാണ്. നന്നായി കായ്ക്കുന്ന ജാർവി റെഡ് 1 എന്ന ഇനം പ്രചാരത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു. ജപ്പാൻ പേരയുടെ ഇലകളിലൂടെ ഈ ഇനത്തെ തിരിച്ചറിയാം. റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന ഇവയുടെ ഇല മറ്റുള്ള ഇനങ്ങളിൽ നിന്നും ഇതിനെ തിരിച്ചറിയാൻ ഉപകരിക്കുന്നു. തീർച്ചയായും ചട്ടിയിൽ വെച്ച് കായ്പിക്കാവുന്ന ഇവ തണുപ്പുള്ള കാലാവസ്ഥയിൽ ധാരാളമായി കായ്ക്കുന്നതായി കാണുന്നു. സ്ഥല സൗകര്യമുണ്ടെങ്കിൽ ഉറപ്പായും മലയാളികൾ ഒരു പ്ലാവെങ്കിലും നട്ടുവളർത്താറുണ്ട്. കൂഴ, വരിക്ക എന്ന ട്രഡീഷണൽ ഇനങ്ങൾക്ക് ഉപരി ഗംലെസ്, സീഡ്ലെസ്, വിയറ്റ്നാം സൂപ്പർ എർലി, വിയറ്റ്നാം റെഡ്, കംബോഡിയൻ ജാക്ക്, സിന്ദൂർ, ഡാങ് സൂര്യ, സിദ്ധു മുതലായ ഇനങ്ങളും പ്രചാരത്തിലുണ്ട്. പ്ലാവുകളെ തിരിച്ചറിയാൻ പൊതുവെ ബുദ്ധിമുട്ടാണെങ്കിലും ഇലയിലെ ചുളിവുകൾ വഴി സീഡ്ലെസ് ജാക്കും ഇലയിലെ ഡാർക്ക്നെസ് വഴി കംബോഡിയൻ ജാക്കും വിയറ്റ്നാം ജാക്കും തിരിച്ചറിയാം. ഇത്തരത്തിൽ നിരവധി പ്ലാവിനങ്ങൾ ഉണ്ടെങ്കിലും മലേഷ്യൻ ഇനമായ J33 കിങ് ഓഫ് ജാക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നു. ഇതിന് 20 മുതൽ 25 കിലോ വരെ ഭാരവും 36 ബ്രിക്സിനടുത്ത് മധുരവും കാണപ്പെടുന്നു. 2006 ഫിലിപ്പൈൻസിലെ ഈസ്റ്റേൺ വിസായാസ് അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ അഥവാ എവിയാർക്ക് ഡെവലപ്പ് ചെയ്ത ഒരു ഇനം പ്ലാവാണ് എവിയാർക്ക്. ഫ്രൂട്ട് ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ചത് എന്നറിയപ്പെടുന്ന എവിയാർക്ക് നേരത്തെ കായ്ക്കുന്നതായും കാണുന്നു. 12 കിലോ ശരാശരി തൂക്കം വരുന്ന ചക്കകൾ നൽകുന്ന ഈ ഇനത്തിന്റെ മധുരം 25 മുതൽ 26 ബ്രിക്സ് വരെയാണ്. എവിയാർക്ക് ജാക്കിന്റെ ഇലകളെ മറ്റിനം പ്ലാവുകളുടെ ഇലയിൽ നിന്നും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഏകദേശം റൗണ്ട് ഷേപ്പിലായാണ് ഇവയുടെ ഇലകൾ കാണപ്പെടുക. ചെറിയ ഇലകളിൽ ഈ സ്വഭാവം കാണണം എന്നില്ല. 1 മാസമെങ്കിലും മൂപ്പെത്തിയ വലിയ ഇലകൾ മേൽപ്പറഞ്ഞതുപോലെ വൃത്താകൃതിയിൽ കാണപ്പെടുന്നു.